പോയി. മതനിരപേക്ഷത സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇക്കാലത്ത് കൊണ്ടുവന്ന നെൽവയൽ സംരക്ഷണ നിയമം കേരളത്തിന്റെ പാരിസ്ഥിതിക സംരക്ഷണ സുപ്രധാനമായ ഇടപെടലുകളിലൊന്നായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സജീവമായി സർക്കാർ ഇടപെടലിന് വിധേയമായ കാലം കൂടിയായിരുന്നു അത്. 2016 ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായും VS പ്രവർത്തിച്ചു. ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ നയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനും പാർട്ടിയുടെ നയം ഭരണാധികാരിയായിരിക്കുമ്പോൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിനും VS ശ്രദ്ധിച്ചു. പാർട്ടിക്കകത്ത് രൂപപ്പെട്ട ഇടത് വലത് വ്യതിയാനത്തിനെതിരെ അദ്ദേഹം ശക്തമായി പൊരുതി. ജാതിവാദികളിൽ നിന്നും വർഗീയവാദികളിൽ നിന്നും കേരളത്തിന്റെ സമൂഹത്തെ മതനിരപേക്ഷത സംസ്കാരത്തിനു വേണ്ടി ആക്രമണങ്ങൾ ഉയർന്നു വന്ന ശക്തിയായി പ്രതിരോധിക്കുവാനും VS ശ്രദ്ധിച്ചു. മതാധിഷ്ഠവാദികളുടെ രാഷ്ട്രീയ അജണ്ടകളെ തുറന്നു കാട്ടുവാനും ഇടപെട്ടു. സമരഭൂമികളിലെ സൂര്യജ്വലനമായി നിന്ന VS നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം VSന്റെ ജീവിതത്തോടുകൂടി ചേർന്നുകൂടിയുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നാടിന്റെയും നികത്താത്ത വിടവ് കൂടിയാണ് VSന്റെ മരണം. ആ വിടവ് നികത്താൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിശ്രമിക്കുമെന്ന് ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയാണ്. VSന്റെ വിയോഗവും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത വിടവ് തന്നെയാണ്. അതിന് ആദരസൂചകമായി നമ്മൾ 1 മിനിറ്റ് എണീറ്റ് നിന്ന് കേരളത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അനുശോചന യോഗത്തിൽ VS ഈ നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാതെ തന്നെ നമ്മളിൽ ഓരോരുത്തരും അനുഭവസ്ഥരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സഖാവ് VSനെ സംബന്ധിച്ചിടത്തോളം സഖാവിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള നിലയിൽ ഇന്നത്തെ കേരളം നിലകൊണ്ടിരുന്ന കാലം മുതൽ തിരുവിതാംകൂറിൽ തൊഴിലാളി പ്രസ്ഥാനത്തെ നയിക്കുന്നതിന് പ്രവർത്തിച്ച സഖാവാണ് സഖാവ് VS എന്ന് നമുക്കറിയാം. 17ാമത്തെ വയസ്സ് മുതൽ സഖാവ് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതും സഖാവിൻ്റെ ജീവചരിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സഖാവിൻ്റെ പുറകോട്ടുള്ള ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ക്രൂരമർദ്ദനങ്ങളുടെയും അനുഭവങ്ങളാണ്, കയ്പുനീരുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും സഖാവിൻ്റെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. 4ാമത്തെ വയസ്സിൽ ഈ ലോകം എന്തെന്നോ ജീവിതം എന്തെന്നോ അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ, ആ പ്രായത്തിൽ സഖാവിൻ്റെ അമ്മ വസൂരി വന്ന് മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 11ാമത്തെ വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ എന്ന ഈ രാജ്യത്തിൻ്റെ ഇതിഹാസമായി മാറിയിട്ടുള്ള സഖാവ് പറഞ്ഞത്, ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ഈ അനുഭവം വരില്ല എന്നാണ് സഖാവ് സൂചിപ്പിച്ചത്. 11 വയസ്സ് മുതൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിദ്യാഭ്യാസം 7ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ജ്യേഷ്ഠനോടൊപ്പം ഒരു തൊഴിലാളിയായി, ഒരു തയ്യൽ തൊഴിലാളിയായി ഒരു തയ്യൽ കടയിൽ പണിക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ 17ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ടുള്ള സഖാവ് കൃഷ്ണപിള്ള തിരുവിതാംകൂർ മേഖലയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ പ്രാപ്തനായ ആളാണ് സഖാവ് VS എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ ചുമതല സഖാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 17ാമത്തെ വയസ്സ് മുതൽ സഖാവ് തൻ്റെ പ്രദേശത്തെ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുന്നതിനും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു തൊഴിലാളി എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം മാത്രമല്ലാതെ കൂലി ചോദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. തൻ്റെ അധ്വാനവും ചോരയും നീരുമെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മാടമ്പിമാർക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ നടുവ് നിവർക്കാനോ
നാവുയർത്താനോ കൂലി ചോദിക്കാനോ ഉള്ള സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അന്ന് തുടങ്ങിയ സമരം, നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾ സഖാവിൻ്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് സഖാവ് 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സഖാവ് ലോക്കപ്പിലായിരുന്നു, ജയിലിലായിരുന്നു. അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സഖാവ് പോലീസ് പിടിയിലാവും എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു നാൾ സഖാവിനോട് മാറി നിൽക്കാൻ പറയുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. യഥാർത്ഥത്തിൽ സഖാവ് അന്ന് ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, സ്വന്തം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഞാൻ ഈ സമൂഹത്തിൽ ഉണ്ടാവണം, ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സഖാവ് പൂഞ്ഞാറിൽ വന്ന് ഒളിവിൽ കഴിയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സഖാവ് VS കുറിച്ച് പറയുമ്പോൾ സഖാവ് ഈ തെരുവോരത്ത് കൂടി നടന്നു പോയിട്ടുണ്ട് എന്ന് ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു അനുഭവമാണ് അന്ന് സഖാവിനുണ്ടായിട്ടുള്ളത്. 46 പൂഞ്ഞാറിൽ വന്ന് ഒളിവിലിരുന്ന് ആ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ വീണ്ടും സജീവമായി രംഗത്തേക്ക് വരിക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സഖാവ് ഇവിടെ വന്ന് ഒളിവിൽ കഴിയുന്നത്. യഥാർത്ഥത്തിൽ വാലാനിക്കൽ കുടുംബത്തിലും അതുപോലെ തന്നെ കരിമാലിപ്പുഴ കുടുംബത്തിലുമാണ് സഖാവ് അന്ന് ഒളിവിലിരുന്നിട്ടുള്ളത്. ആ 46 കാലഘട്ടത്തിൽ ഇത്രയും ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അപരിചിതനായ ഒരാൾ ആ പ്രദേശത്ത് കാണപ്പെടുന്നു എന്നുള്ള ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഖാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നത്തെ പോലെ വണ്ടി വന്ന് വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമല്ല. സഖാവിനെ അവിടെ മുതൽ പാലായിൽ വരെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് സഖാവിനെ പാലാ ലോക്കപ്പിലെത്തിച്ചത്. പാലാ ലോക്കപ്പിലെത്തിച്ചപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള സഖാക്കൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം ജീവൻ പോയാൽ പോലും ഈ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാവാതെ, ഈ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തെ ഒറ്റുകൊടുക്കുക എന്നാണ് സഖാവ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് സഖാവ് അന്ന് മിണ്ടാതിരുന്നത്. സഖാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാലിൽ നിന്നും ഒഴുകിയ രക്തം പാലാ ലോക്കപ്പിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതി സഖാവിന്റെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേട്ടു. അങ്ങനെ മൃതപ്രായനായ സഖാവ് VS അച്യുതാനന്ദനെ അന്ന് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി ആ മൃതശരീരം കളയാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. പക്ഷേ അപ്പോഴും ഈ നാട്ടിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ജീവനായി ആ സഖാവിന്റെ ജീവൻ തുടിച്ചു എന്നുള്ളത് കൊണ്ട് സഖാവിനെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് സഖാവ് വളരെ ഉച്ചിരോടുകൂടി, ഊർജത്തോടുകൂടി കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നോ അതിൽ കൂടുതൽ ഊർജം സമ്പാദിച്ചുകൊണ്ട് സഖാവ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ സഖാവ് തൊഴിലാളി പ്രസ്ഥാനത്തെ മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, തിരുവിതാംകൂർ നിലനിന്നിരുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാനും ഇവരൊക്കെ, സുഹ്റ അബ്ദുൽ ഖാദർ ചെയർപേഴ്സൺ അടക്കം, അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിൽ എല്ലാ അവകാശങ്ങളോടും കൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ അവകാശ പോരാട്ടങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച സഖാവാണ് സഖാവ് VS. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സഖാവ് അന്ന് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെകളും സ്ത്രീകളെയും ആബാലവൃദ്ധം ജനങ്ങളെയും വിദ്യാഭ്യാസത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും മതേതരത്വം സംരക്ഷിക്കുന്നതിനും വേണ്ടി ഇടപെട്ട സഖാവാണ്. അങ്ങനെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് ഈ നാട്ടിൽ നിന്നും
നമ്മളിൽ നിന്നെല്ലാം വിട ചൊല്ലിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ പടത്തലവൻ എന്ന സഖാവ് AKG വിശേഷിപ്പിച്ചതുപോലെ പാവപ്പെട്ടവരുടെ പടത്തലവനായി, തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി, ഈ നാട്ടിലെ ആശ്രയമായി മാറിയ സഖാവ് VS അച്യുതാനന്ദൻ്റെ വേർപാട് ഈ കേരളത്തിനും ഇന്ത്യക്കാകെ തീരാ നഷ്ടമാണ് എന്നുള്ളത് സഖാവിൻ്റെ വേർപാട് മുതൽ നമ്മൾ കണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന VS അച്യുതാനന്ദൻ സഖാവിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കർഷക തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് ജൈത്രയാത്ര തുടർന്നുകൊണ്ട് താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചും പ്രവർത്തിച്ചും മുന്നേറി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തിച്ചേർന്ന മഹാനുഭാവന്റെ നിര്യാണത്തിൽ ഈരാറ്റുപേട്ട നഗരസഭയുടെ അനുശോചനം ഈ നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഖാവ് VS വളരെ കൃത്യമായി കേരളത്തിലെ VS എന്ന രണ്ടക്ഷരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് പോലും VS എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് എന്ന് അറിയുന്ന രൂപത്തിലുള്ള ഒരു കാർക്കശ്യക്കാരനായ പ്രവർത്തകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലൂടെ കേരള മുഖ്യമന്ത്രിയായി വളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നത തലങ്ങളുള്ള കമ്മിറ്റികളിൽ പ്രവർത്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ നാടിന്റെ നാടിയെടുപ്പ് മനസ്സിലാക്കി നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളെ വളരെ ആർജവത്തോടുകൂടി സന്ധിയില്ലാതെ സമരപോരാട്ടങ്ങളുടെ മുമ്പിൽ, നെറുകേട് കാണിക്കുന്നവരുടെ മുമ്പിൽ യാതൊരു സന്ധിയും ചെയ്യാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാറിലും അടക്കമുള്ള നമ്മുടെ നാടിനെ വെട്ടിമുറുക്കാൻ നമ്മുടെ നാടിന്റെ മാഫിയകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെയെല്ലാം വളരെ കൃത്യമായി ആർജവത്തോടുകൂടി നേരിട്ട് ഈ നാടിന്റെ നിലനിൽപ്പിനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ച സഖാവായിരുന്നു സഖാവ് VS. ഞാൻ നീട്ടുന്നില്ല. സഖാവിനോടൊപ്പം 2 ദിവസം പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഈരാറ്റുപേട്ടയിൽ നടക്കുമ്പോൾ സഹവസിക്കാൻ എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. സഖാവിന്റെ ഒട്ടനവധി ക്ലാസുകളിലും സഖാവിന്റെ ഒട്ടനവധി യോഗങ്ങളിലും പങ്കെടുക്കുവാനും സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ആ സഖാവിന്റെ നിർദ്ദേശങ്ങളിലൊക്കെ തന്നെ പങ്കാളിയാകാൻ അവസരം കിട്ടി എന്നുള്ളതാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറെ അപമാനിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഖാവ് മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പോയിരിക്കുന്നു. സഖാവിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആവണം, സന്ധിയില്ലാത്ത നെറുകേടുകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം അതിനെങ്ങനെ നിന്നുകൊടുക്കണം എന്ന് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം പ്രവർത്തിക്കാം എന്ന കേരള രാഷ്ട്രീയത്തില് 8 പതിറ്റാണ്ട് കാലം നിറഞ്ഞു നിൽക്കുകയും 102ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത കരുത്തനായ VS അച്യുതാനന്ദൻ അവറുകളുടെ തീവ്ര സ്മരണയിലാണ്. നമുക്കറിയാം, കേരളത്തില് അടിയുറച്ചു നിന്ന്, ആദർശത്തിൽ അടിയുറച്ചു നിന്ന് പടപൊരുതിയ ഒരു ജനനേതാവ് VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളാനും അതിലൂടെ ജനഹിതം ആർജിച്ചെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ അനധികൃത കയ്യേറ്റങ്ങൾ മൂന്നാറിൽ പൊളിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ കേരളം മുഴുവൻ ഉത്കണ്ഠയോടെ അങ്ങോട്ട് നോക്കി നിന്നു. എന്തായിരിക്കാം അവിടെ സംഭവിക്കുക? മലമടക്കുകളിലും
അതുപോലെ നാട്ടിൻപുറങ്ങളിലുമൊക്കെ അദ്ദേഹം നടന്ന് തന്നെ നീങ്ങുകയും ജനങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ വിയോഗാനന്തരവും ജനങ്ങൾ അദ്ദേഹത്തെ വിട്ടുപിരിയാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. 2010 ഞാൻ കുറവിലങ്ങാട് വെച്ച് ഒരു വലിയ യോഗത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി. ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുമ്പോ നമ്മുടെ സുരേഷ് കുറുപ്പ് എല്ലാവരും ഉണ്ട്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, കുറവിലങ്ങാട് എങ്ങനെയാ ഒരു മൗലവി വന്നത് എന്ന്. അത് ഒരു അർത്ഥപൂർണമായ ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് ഡോക്ടർ നമ്മുടെ ലേക്ഷോറിലെ അന്നത്തെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ അവറുകൾ വിളിച്ചിട്ട് വന്നതാണ്. ഒരു പൊതുപരിപാടി, ഒരു ജനകീയ ഒരു ചാരിറ്റി പരിപാടിയാണ്. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പിന്നീട് ചങ്ങനാശ്ശേരിയിൽ വെച്ച് പലപ്പോഴും പല യോഗങ്ങളിലും കൂടിയിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു വേറിട്ട വ്യക്തിത്വമാണ് ശ്രീ അച്യുതാനന്ദൻ എന്ന് മനസ്സിലാക്കാൻ ആരുടെയും ആവശ്യമില്ല. അദ്ദേഹം ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ സത്യത്തില് അലകും പിടിയും കമ്മ്യൂണിസ്റ്റായ ഒരു നേതാവ് VS അച്യുതാനന്ദൻ അല്ലാതെ ആരാണുള്ളത് എന്ന് ചോദിച്ചു പോയാൽ അതുപോലും അധികപ്പറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഭരണ നൈപുണ്യം, കാര്യങ്ങൾ നടപ്പാക്കുന്നതിലുള്ള ഊർജ്ജസ്വലത, അതുപോലെ നാടിനോടുള്ള പ്രതിബദ്ധത, ഗവൺമെന്റ് സർക്കാർ സ്വത്തിനോടുള്ള പ്രതിബദ്ധത, ഇതൊക്കെ നിർവഹിക്കുന്നതിലും അതൊക്കെ നടപ്പാക്കുന്നതിലും VS കാണിച്ച മാതൃക എക്കാലവും കേരളത്തിൽ നിറഞ്ഞു നിൽക്കും. മറക്കാനാവാത്ത ഒരുപാട് സംഭവ വികാസങ്ങൾ കേരള ജനതയ്ക്ക് സമ്മാനിച്ചാണ് VS കടന്നുപോയത്. ഒരാൾ മുഖ്യമന്ത്രിയായാൽ എങ്ങനെയായിരിക്കണം, പാർട്ടി സെക്രട്ടറി ആയാൽ എങ്ങനെയായിരിക്കണം, അതുപോലെ പ്രതിപക്ഷ നേതാവായാൽ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ VSൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് ഏറെ ആകർഷണീയമായ കാര്യം. ഏതായാലും VS അച്യുതാനന്ദന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം അങ്ങനെ ഒരാള് നമുക്ക് പിറകെ വരുമെന്ന് പോലും കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നല്ല സ്വഭാവ ഗുണങ്ങളുണ്ടാവും. ഒരുപക്ഷെ സഖാവ് VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു ഗുണം, 2-3 ഗുണങ്ങൾ നമുക്കറിയാം. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സമര പോരാട്ടത്തിന്റെ ഒരു വേറിട്ട മുഖമായിട്ടാണ് സഖാവ് VSനെ നാം എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇത്രയേറെ സമര മുഖങ്ങളിൽ പോരാടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന വർഗം എന്ന് പറയപ്പെടുന്ന താഴെ തട്ടിലുള്ള മേഖലയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച നേതാക്കന്മാരും വളരെ ചുരുക്കമാണ്. അങ്ങനെ തൊഴിലാളി മേഖലയിലും എന്ന് വേണ്ട അടിസ്ഥാന വർഗങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സഖാവ് VS. അതുപോലെ തന്നെ രണ്ടാമതായി അദ്ദേഹത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം, അദ്ദേഹം ഏറ്റവും വലിയ ഒരു അഴിമതി വിരുദ്ധനായിരുന്നു എന്നുള്ളതാണ്. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു നേതാവായിരുന്നു. ആ നിലയിൽ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും യോജിപ്പും വിയോജിപ്പുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സഖാവ് VSനെ പോലെ ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വിയോഗം ഈ നാടിന് നഷ്ടമാണ്. ഏതാണ്ട് 20 വർഷം മുമ്പ് വാഗമൺ കയ്യേറ്റത്തിന് വേണ്ടി അതിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാഗമണിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വാഗമണിൽ സ്ഥലം കയ്യേറിയ ഏതാണ്ട് 5-6 സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ചെന്നപ്പോൾ സഖാവ് VSനോടൊപ്പം ഞാനും കടന്നുപോയി. എനിക്കതിനുള്ള അവസരം ഉണ്ടായി. ആ ഫോട്ടോ ഞാൻ ഇന്നും എന്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ മാധ്യമം ദിനപത്രത്തിൽ ആ ഫോട്ടോ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് എനിക്ക് അയച്ചു തരികയുണ്ടായി. അത് മാത്രവുമല്ല, നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് അദ്ദേഹം 92 വയസ്സായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും നേതാവും ഒക്കെയായിരുന്നു. VS-ന്റെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന് വാപ്പായ്ക്ക് കാഴ്ച തീരെയില്ല. VS-ന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട കെ നൗഷാദും അരമച്ചേച്ചിയും ഒക്കെ സൂചിപ്പിച്ച ഏതാണ്ട് കുറേ കാലം ഈ പ്രദേശത്ത് ഒളിവിൽ കഴിഞ്ഞ കാര്യമൊക്കെ എൻ്റെ പിതാവ് എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയെടുത്ത സഖാവ് VS അച്യുതാനന്ദന്റെ വിയോഗം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഒരുപാട് ഓർമ്മകളുടെ അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം അനിവാര്യമായ കാലയളവിലേക്ക് പിന്നിൽ അദ്ദേഹം മറഞ്ഞുപോയി. കേരളത്തിൽ അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതിനപ്പുറം കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് വിപ്ലവകരമായ വലിയ മാറ്റങ്ങൾ എല്ലാ രംഗത്തും സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യച്യുതിക്കെതിരായി, അനധികൃതമായ കയ്യേറ്റങ്ങൾക്കെതിരായി, സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിന്നും വളർന്നുവരുന്ന തെറ്റുകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം ജനങ്ങൾ ഏർപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുരംഗത്തും അവരെ പറ്റിയുള്ള ചിരപ്രതിഷ്ഠ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഖാവ് VS അച്യുതാനന്ദൻ തന്റെ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് വലിയ ജനകീയനായ ഒരു സമരനായകനായി മാറി എന്ന കാര്യം കേരളീയ പൊതുസമൂഹം അതിശക്തമായ നിലയിൽ അംഗീകരിച്ചതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപ യാത്രയും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും എന്ന് നമ്മളെല്ലാവരും കാണുകയുണ്ടായി. സഖാവ് VS-നെ ചില ആളുകൾ അദ്ദേഹം വർഗീയമായി ചിന്തിക്കുന്ന വ്യക്തിത്വമായി പറയുന്നുണ്ട്. പക്ഷേ സഖാവ് VS-ന്റെ മുമ്പിൽ സമുദായമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളോ അദ്ദേഹത്തിന്റെ മുന്നിലില്ല. അദ്ദേഹം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ആശയങ്ങളുടെ സ്വാംശീകരണമായിരുന്നു. അപ്പോ സമുദായങ്ങൾക്ക് അദ്ദേഹം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ സമുദായ ചിന്തകൾ മനസ്സിൽ വെക്കുന്ന ആളുകൾക്ക് അത് വർഗീയമായി തോന്നുമെങ്കിലും സഖാവ് VS അച്യുതാനന്ദൻ ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാതൊരു പരാമർശങ്ങളും നടത്തിയതായി ചിന്തിക്കാൻ പോലും കഴിയില്ല. പ്രിയപ്പെട്ട ജനനേതാവ്, ഈ കേരള മണ്ണിന്റെ ജനകീയനായിരുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെയായിരുന്ന പ്രിയങ്കരനായ VS അച്യുതാനന്ദൻ പുന്നപ്രയുടെയും വയലാറിൻ്റെയും സമരനായകനായിരുന്ന അദ്ദേഹം കർഷക തൊഴിലാളികളെയും അശരണരെയും അവശത അനുഭവിക്കുന്നവരെയും തൊഴിലാളി വർഗങ്ങളെയും കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് ത്യാഗം സഹിച്ച് തൻ്റെ ഹൃദയത്തോടും തൻ്റെ നെഞ്ചിനോടും ചേർത്ത് വെച്ച് തൊഴിലാളികളെ അവരുടെ അവകാശ പോരാട്ടങ്ങളിൽ അവരുടെ മുൻപിൽ മുൻനിരയിൽ നിന്ന് നയിച്ച ഒരു നേതാവായിരുന്നു. നമുക്കറിയാം, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ അദ്ദേഹം സന്ധിയില്ലാ സമരം നടത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം അഴിമതിക്കെതിരെയും നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിനും വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു. സ്വന്തം ജീവിതവും സ്വന്തം അധ്വാനവും സ്വന്തം ശരീരവും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിതത്യാഗം നയിച്ച മഹാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കലും വളരെ പെട്ടെന്നൊന്നും നികത്താൻ കഴിയുന്ന ഘടവല്ല VS-ന്റെ വേർപാടിലൂടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ VS-നുണ്ടായിരുന്ന സ്ഥാനവും ആദരവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ചില തെരഞ്ഞെടുപ്പ് വേളകളിൽ നമ്മൾ കൃത്യമായി അത് കണ്ടതാണ്. ഇവരുടെ മരണം സാധാരണയാണ്. ജനിക്കുന്നവരെല്ലാം മരണപ്പെട്ടു പോകും.
ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണോ നന്മകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്, ആ നന്മകൾ മാത്രം നാം എടുത്തു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ മനുഷ്യരാണ് സംഭവിച്ചു പോയാൽ അതൊന്നും പിന്നെ ചികഞ്ഞി പറയാൻ നിൽക്കാതെ ആ മൃതദേഹത്തോട് മാന്യമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ അഭികാമ്യം. നാമൊക്കെ പഠിപ്പിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. സഖാവ് VS-ന്റെ വേർപാടിൽ ഹൃദയംഗമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്നു ചേർന്നിട്ടുള്ള ഈ തീരാനഷ്ടം വളരെ നല്ല നിലയിൽ അത് നികത്താൻ ഇനിയും സമാനമായ ആളുകളെ ഈ പ്രസ്ഥാനത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, നമുക്കറിയാം അദ്ദേഹം ജന്മം കൊണ്ട് അല്ല കർമ്മം കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രാധാന്യം നേടുകയും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നമ്മളെയെല്ലാം സേവിക്കുകയും ചെയ്ത് തന്റെ 82ാമത്തെ വയസ്സിൽ, ഈ കാലത്ത് 82ാം വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ വിശ്രമിക്കുന്ന സമയം, അദ്ദേഹം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, കർഷക ജനതയ്ക്ക് വേണ്ടി, നെൽകർഷകർക്ക് വേണ്ടി, സ്ത്രീകൾ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അനീതിക്കെതിരായി പടവെട്ടുകയും ഏത് ദുഷ്പ്രവൃത്തികൾ കണ്ടാലും അതിനെ ചോദ്യം ചെയ്യും പാർട്ടിയിൽ തന്നെ ഒരു തിരുത്തൽ വാദിയായി നേരിന്റെ മാർഗം സ്വീകരിച്ച ഒരു പടത്തലവനെയാണ് നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 98 വയസ്സുവരെ ചുറുചുറുക്കോടെ ചെറുപ്പക്കാരന്റെ ഊർജ്ജസ്വലതയോടെ നമ്മുടെ കേരളത്തിലെ അനീതിക്കെതിരെയും നമ്മുടെ നാടിന്റെ നന്മയ്ക്കുകയും ഇവിടുത്തെ സാധാരണക്കാരായ എല്ലാ ജനങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു നേതാവ് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള അനുശോചനം അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോടും ഇവിടുത്തെ പൊതുജനങ്ങളോടും അറിയിക്കുന്നു. സഖാവ് VS അച്യുതാനന്ദൻ. ഈ VS അച്യുതാനന്ദൻ ഇന്ന് നമ്മളെ വിട്ടു പോയിരിക്കുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ 102 വയസ്സ് ഉണ്ടായിരുന്നു, അല്ലെ 101 വയസ്സ് കഴിഞ്ഞിരുന്നു. ഈ 102 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ കാണുന്നതൊന്നുണ്ട്. 1920 കാലഘട്ടങ്ങളിൽ നടന്ന 1ാം ലോകമഹായുദ്ധം. അത് കഴിഞ്ഞ് ലോകം മുഴുവൻ വ്രണപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളായിരുന്നു. തുടർന്ന് 1940-ൽ 2ാം ലോകമഹായുദ്ധം. ഇതും നമ്മൾ കടന്നു. അപ്പോഴും VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലോകം ഈ 100 വർഷം കടന്നപ്പോൾ എന്തെല്ലാം ലോകത്ത് സംഭവിച്ചോ അത് മുഴുവൻ കണ്ട് അനുഭവിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരു മഹാനാണ് VS അച്യുതാനന്ദൻ എന്നുകൂടി ഞാൻ അടിവരയിട്ട് എഴുതുകയാണ്. ഈ 100 വർഷ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ സമൂഹത്തിന് ന്യായമായി നൽകാവുന്ന മാതൃകകളുണ്ട്. അതിൽ ഒന്നുപോലും പാഴായിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അദ്ദേഹത്തെക്കുറിച്ചൊരു പാഴ്വാക്ക് നമ്മൾ കേൾക്കുന്നില്ല. അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുഴുവൻ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചതറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതറിയാം. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ഈ 102 വർഷം തികച്ച വിവരവും നമുക്കറിയാം. പക്ഷെ നമുക്ക് നൽകിയ മാതൃകകളിൽ ഒന്ന്, അദ്ദേഹം ഈ 102 വയസ്സ് എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച അഡ്വക്കേറ്റ് ജെയിംസ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹം ആരോഗ്യവാനായി ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. 98ാമത്തെ വയസ്സിൽ വരെ കർമ്മനിരതനായിരുന്ന വ്യക്തിയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. ഒരു സാധാരണക്കാരന്
അങ്ങനെ 98 വയസ്സ് വരെ കർമ്മനിരതനായി കഴിയാമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെയൊക്കെ പിന്നിൽ വളരെ വ്യക്തമായ ചിട്ടയോടുകൂടിയ ജീവിത രീതികളും ജീവിത ശൈലികളും ഭക്ഷണ രീതികളും അതുമായിട്ട് ബന്ധപ്പെട്ട കടുത്ത നിയന്ത്രണങ്ങൾക്കും വിധേയനായി ജീവിച്ചിരുന്നു എന്ന് വേണം ഞാൻ കരുതുന്നു.